ശുഐബ് നബി അലൈഹിസ്സലാം, പ്രവാചക പുങ്കവരായ ഇബ്രാഹിം അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം തുടങ്ങിയവരുടെ ജീവിതകഥകൾ നിറഞ്ഞ ഹൃദ്യതയോടും അതീവ താൽപ്പര്യത്തോടും കൂടി നിങ്ങൾ കേട്ടുതീർത്തു. എന്തെന്നില്ലാത്ത ആവേശത്തോടും കൗതുകത്തോടും കൂടി നിങ്ങൾ കേട്ടുതീർത്ത ആ ചരിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിസ്മയ കഥകളുടെ മഹാശേഖരമാക്കി. നിങ്ങളുടെ ഓർമ്മയെ അവ ഭാവോജ്വലമാക്കി. അവ നിങ്ങളുടെ നാവുകളും വജാലമാക്കി. ആ കഥകൾ അത്രയും നിങ്ങൾ കൊച്ചനുജന്മാർക്ക് പറഞ്ഞുകൊടുക്കുന്നതും അവരത് മാതാപിതാക്കൾക്കും മുതിർന്ന സഹോദരങ്ങൾക്കും കേൾപ്പിക്കുന്നതും ജനങ്ങൾ ആശ്ചര്യപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കഥകളുടെ വിവരണം നിങ്ങളെ ഹർഷപുളകിതരാക്കുന്നു. ഹൃദയാന്തരങ്ങളിൽ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുന്ന വശ്യമനോഹരങ്ങളായ കഥകളാണവ എന്നതിൽ സന്ദേഹമില്ല. സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനത്തിൻ്റെ കഥകൾ, അറിവും അജ്ഞതയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ കഥകൾ, മനുഷ്യത്വവും മൃഗീയതയും തമ്മിലുള്ള കലഹത്തിൻ്റെ കഥകൾ, യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥകൾ, അസത്യത്തിനും അജ്ഞതക്കുമെതിരെ സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വിജയം വിളംബരം ചെയ്യുന്ന കഥകൾ, ശക്തവാന്മാർക്കും ഭൂരിപക്ഷങ്ങൾക്കുമെതിരെ ദുർബലരുടെയും ന്യൂനപക്ഷങ്ങളുടെയും അതിജീവനം ഉദ്ഘോഷിക്കുന്ന കഥകൾ. ആ കഥകളിൽ അറിവുണ്ട്, പൊരുളുണ്ട്, മാർഗദർശനമുണ്ട്, ഗുണപാഠമുണ്ട്, താക്കീതുണ്ട്, ഉത്ബോധനമുണ്ട്. അള്ളാഹു പറഞ്ഞത് പരമാർത്ഥം തന്നെ. പൂർവികരുടെ കഥകളിൽ ബുദ്ധിയുള്ളവർക്ക് പാഠമുണ്ട്. വ്യാജവൃത്താന്തങ്ങളല്ല അവ, മറിച്ച് പൂർവ്വവേദങ്ങളെ സത്യപ്പെടുത്തുന്നതും സർവ്വതിൻ്റെയും വിശദീകരണവും സത്യവിശ്വാസികൾക്കുള്ള മാർഗദർശനവും കാരുണ്യവുമാകുന്നു. മദിയനിലേക്ക് വിശുദ്ധ ഖുർആൻ ചൊല്ലിത്തന്ന പ്രവാചക കഥകൾ തന്നെയാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. ഖുർആനിൽ വേറെയും കഥകളുണ്ട്. ശുഐബ് നബിയുടെ കഥ അവയിലൊന്നാണ്. മദിയനിലേക്കായിരുന്നു അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. ആ ഗുഹാവാസികൾ വ്യാപാരികളായിരുന്നു. അള്ളാഹുവിങ്കിൽ പങ്കുചേർക്കുന്നവരായിരുന്നു അവർ. മാത്രമല്ല, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുകയും ചെയ്തിരുന്നു. യാത്രാസംഘങ്ങളുമായി അവർ ഏറ്റുമുട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭൂമിയിൽ അവർ കുഴപ്പങ്ങളുണ്ടാക്കി. വിചാരണയെക്കുറിച്ചും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശിക്ഷയെക്കുറിച്ചും അവർ ബോധശൂന്യരായിരുന്നു. അവർക്കിടയിൽ പ്രബോധന ദൗത്യം നിർവഹിക്കാനും അവർക്ക് മുന്നറിയിപ്പ് നൽകാനുമായി അള്ളാഹു ശുഐബ് നബി അലൈഹിസ്സലാമയെ അയച്ചത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമുദായമേ, അള്ളാഹുവിനെ ആരാധിക്കുവിൻ. നിങ്ങൾക്ക് അവനല്ലാതെ ഒരാരാധ്യനുമില്ല. അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത്. തീർച്ചയായും ഞാൻ നിങ്ങളെ കാണുന്നതു ക്ഷേമത്തിലായാണ്. നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു നാളിലെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിക്കുമെന്ന് തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ സമുദായമേ, അളവും തൂക്കവും നീതിപൂർവ്വം പൂർണ്ണമാക്കി കൊടുക്കുക. ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ കുറവ് വരുത്താതിരിക്കുകയും ചെയ്യുക. നാശകാരികളായി നടന്ന ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. പ്രബോധനം. ആ ജനതയുടെ മനസ്സിൽ കൂടുകെട്ടിയിരുന്നത് പണക്കൊതിയായിരുന്നു. ശുഐബ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അളവിലും തൂക്കത്തിലും സൂക്ഷ്മത പുലർത്തി നേടുന്ന ലാഭമാണ് ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചും ആക്രമണമാർഗേണയും ഉണ്ടാക്കിക്കൂട്ടുന്ന ലാഭത്തേക്കാൾ മഹത്തരം. മറ്റെന്തിനേക്കാളും പണത്തിനു പ്രാമുഖ്യവും പ്രാധാന്യവും നൽകി സമ്പാദിച്ചവരുടെ ദയനീയമായ പരിണിതി നിങ്ങൾ കണ്ടുകഴിഞ്ഞതാണ്. ജനങ്ങൾക്ക് നഷ്ടം വരുത്തിയും കൃത്രിമം കാണിച്ചും ചതിച്ചും പണം സമ്പാദിച്ചവർ നാശനഷ്ടങ്ങളിൽ പതിക്കുകയാണുണ്ടായത്. കഷ്ടപ്പാടും പ്രയാസങ്ങളും അവരെ വലയം ചെയ്തു. അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. അവർ സ്വരൂപിച്ച പണം അവരാഗ്രഹിച്ച കാര്യങ്ങളിലൊന്നും ചെലവഴിക്കാൻ അവർക്കായില്ല. അപമാനിതരും നിന്ദ്യരുമായിത്തീർന്നു അവർ. ഉപകാരപ്രദമായ കുറഞ്ഞ സമ്പത്താണ് ഉപദ്രവകരമായ ധാരാളം പണത്തിനേക്കാൾ ഉത്തമം. പറയുക, ഉത്തമമായതും ദുഷിച്ചതും സമമാവുകയില്ല. ദുഷിച്ചതിൻ്റെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തുമെങ്കിലും എൻ്റെ ഈ ഉപദേശം ഗുണകാംക്ഷാപരവും നിഷ്കളങ്കവുമാണ്. അള്ളാഹു നിങ്ങളെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിൽ ശുഐബ് നബി അലൈഹിസ്സലാം അവരെ ഉണർത്തി. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അവശേഷിപ്പിച്ചു തരുന്നതാണ് നിങ്ങൾക്കുത്തമം. ഞാൻ നിങ്ങളുടെ മേൽ നോട്ടക്കാരനൊന്നുമല്ല. പിതാവായും അധ്യാപകനായും വൈവിധ്യമാർന്ന ശൈലികളും വ്യത്യസ്തമായ രീതികളും സ്വീകരിച്ചുകൊണ്ട് വത്സലനിധിയായ ഒരു പിതാവിനെപ്പോലെ പക്വമതിയായ ഒരു ഗുരുവര്യനെപ്പോലെ ജനങ്ങളുമായി സംഭാഷണം നടത്തിയും അവരെ ഉപദേശിച്ചും ശുഐബ് നബി അലൈഹിസ്സലാം പ്രബോധന പ്രവർത്തനങ്ങൾ തുടർന്നു. അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, അള്ളാഹുവിനെ ആരാധിക്കുവിൻ. നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് വന്നിട്ടുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ അളവും തൂക്കവും തികച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ കുറവ് വരുത്തരുത്. ഭൂമിയിൽ സംസ്കരണം സ്ഥാപിച്ചതിനു ശേഷം നിങ്ങൾ നാശമുണ്ടാക്കരുത്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം. ജനങ്ങളെ ഭയപ്പെടുത്തിയും വിശ്വാസികളെ ദൈവമാർഗത്തിൽ നിന്ന് തടഞ്ഞും സന്മാർഗത്തെ വക്രമാക്കാൻ ആഗ്രഹിച്ചും നിങ്ങൾ വഴികളിൽ ഇരുപ്പുറപ്പിക്കരുത്. നിങ്ങൾ ഓർത്തു നോക്കൂ, അംഗസംഖ്യയിൽ നിങ്ങൾ കുറവായിരുന്നു. പിന്നീട് അള്ളാഹു നിങ്ങൾക്ക് വർധനവുണ്ടാക്കി. നാശകാരികളുടെ പരിണിതി എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ നോക്കുകയും ചെയ്യുക. ജനതയുടെ മറുപടി. ശുഐബ് നബി അലൈഹിസ്സലാമയുടെ പ്രസംഗങ്ങളുടെ പൊരുളിനെക്കുറിച്ചും ഉത്ബോധനങ്ങളുടെ ആന്തരാർത്ഥങ്ങളെക്കുറിച്ചും അവരിലെ ബുദ്ധിമാന്മാർ അഗാധമായി ചിന്തിച്ചു. ശുഐബ് നബി അലൈഹിസ്സലാമയുടെ ക്ഷണം നിരസിക്കാൻ ഒരു ന്യായീകരണത്തെക്കുറിച്ചും അവർ ചിന്തിച്ചു. അവസാനം ഏതോ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടെന്നതുപോലെ, ഏതോ നിഗൂഢതയുടെ ചുരുൾ അഴിച്ചിട്ടതുപോലെ അഹന്തയോടും ഗർവോടും അവർ ഇങ്ങനെ പ്രതികരിച്ചു: ശുഐബേ, ഞങ്ങളുടെ പൂർവികന്മാർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ ഉപേക്ഷിക്കണമെന്നും ഞങ്ങളുടെ ധനം ഞങ്ങളുടെ ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാൻ പാടില്ലെന്നും പറയാൻ നിന്നോട് ആജ്ഞാപിക്കുന്നത് നിന്റെ ഈ നമസ്കാരമാണോ? തീർച്ചയായും നീ വിവേകശാലിയും സഹനശീലനുമായിരുന്നല്ലോ. ശുഐബ് നബി അലൈഹിസ്സലാം പക്ഷേ അവരോട് മൃദുല സമീപനമാണ് കൈക്കൊണ്ടത്. അദ്ദേഹം ആ ജനതയുടെ നേർക്ക് യാതൊരു വിദ്വേഷവും പ്രകടിപ്പിച്ചില്ല. അവരോട് അദ്ദേഹം കോപാകുലനായില്ല. ആ ജനത അക്രമപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയാതിരുന്നിട്ടും ദുസ്വഭാവങ്ങൾ കൈവടിയാതിരുന്നിട്ടും ദീർഘകാലം മൗനം അവലംബിച്ചു അദ്ദേഹം. ഇപ്പോൾ പ്രബോധന പ്രവർത്തനങ്ങളുമായി അവരിലേക്ക് ഇറങ്ങിത്തിരിച്ചു. പ്രവാചകത്വവും ഹൃദയവിശാലതയും വെളിച്ചവും നൽകി അള്ളാഹു തന്നെ അനുഗ്രഹിച്ചാദരിച്ചതുകൊണ്ട് മാത്രമാണെന്ന് ശുഐബ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾക്ക് തന്നെ പ്രേരിപ്പിക്കുന്നത് ഒരിക്കലും അസൂയയല്ല. ഉത്തമവും അതിവിശിഷ്ടവുമായ ജീവിത വിഭവങ്ങൾ നൽകി അള്ളാഹു തന്നെ നിരാശ്രയനാക്കിയിരിക്കുന്നു. താൻ ഭാഗ്യവാനാണ്. നിറഞ്ഞ സംതൃപ്തിയും തികഞ്ഞ മനസ്സമാധാനവും താൻ അനുഭവിക്കുന്നു. തൻ്റെ ഹൃദയവും നാവും സദാ അള്ളാഹുവിനു വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ജനതയെ ബോധ്യപ്പെടുത്തി. ജനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ താൻ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വിലക്കുകയോ ചെയ്യുന്ന പ്രകൃതക്കാരനായിരുന്നില്ല ശുഐബ് അലൈഹിസ്സലാം. ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തത്തെ മറന്നുകളയുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല അദ്ദേഹം. സ്വയം പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ ഉപദേശിക്കുന്നവനുമായിരുന്നില്ല. അദ്ദേഹം തൻ്റെ ജനതയ്ക്ക് നന്മയും ഉത്ഖതിയും കൊതിച്ചു. അവർക്ക് നരകവിമോചനവും ശാശ്വത സൗഭാഗ്യവും മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം പറഞ്ഞു: ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് ഉത്തമമായ ആഹാരം നൽകിയിരിക്കുകയുമാണെങ്കിൽ എനിക്കെങ്ങനെ സത്യവിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയും? നിങ്ങളെ വിരോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ സ്വയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സാധ്യമാവുന്നത്ര നന്മയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള മുഴുവൻ ആശ്രയവും അള്ളാഹുവിൻ്റെ ഉദവി മാത്രമാകുന്നു. ഞാൻ അവനിൽ മാത്രം ഭരമേൽപ്പിക്കുന്നു. അവനിലേക്ക് ഞാൻ വിനയാന്വിതനായി മടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ആ ജനത വിഡ്ഢിത്തം അഭിനയിക്കുകയാണുണ്ടായത്. ശുഐബ് നബി അലൈഹിസ്സലാമയുടെ ഉദ്ദേശം തങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നവർ നടിച്ചു. അവരുടെ നാട്ടിലാണ് ശുഐബ് അലൈഹിസ്സലാം ജനിച്ചത്. അവരുടെ സമുദായത്തിലാണ് അദ്ദേഹം വളർന്നത്. വ്യക്തവും സ്പഷ്ടവുമായ ഭാഷയിൽ സംസാരിക്കാൻ അവർക്കിടയിൽ ഏറ്റവും നിപുണൻ ശുഐബ് അലൈഹിസ്സലാം ആയിരുന്നു. സ്ഫുടവും ലളിത മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ. എന്നിട്ടും ശുഐബ് നബി അലൈഹിസ്സലാം തങ്ങൾക്കറിയാത്ത ഏതോ വിദേശഭാഷയിൽ തങ്ങളോട് സംസാരിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. ഉപദേശം ഭാരമായി തോന്നുന്നവർ അങ്ങനെ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. ശുഐബ് നബിക്ക് ഉറ്റവരും ഉടയവരുമില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ നാട്ടിൽ നിന്നും എറിഞ്ഞോടിക്കാൻ ആ ജനത ഉദ്യക്തരാകുമായിരുന്നു. തൻ്റെ കുടുംബ ബന്ധുക്കൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥാനമാനങ്ങൾ പോലും പ്രതാപശാലിയും സർവശക്തനുമായ അള്ളാഹുവിന് അവർ വകവെച്ചു കൊടുക്കുന്നില്ലെന്നറിഞ്ഞ് ശുഐബ് നബി ആശ്ചര്യഭരിതനായി. ഈ മനോഭാവം അവരെ ബാധിച്ച മാരകരോഗത്തിൻ്റെയും ബലഹീനതയുടെയും നാശത്തിൻ്റെയും അടയാളമായിരുന്നു. അവർ പറഞ്ഞു: ശുഐബേ, നീ പറയുന്നതിലധികം ഭാഗവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായും നിന്നെ ഞങ്ങളിൽ ബലഹീനനായാണ് ഞങ്ങൾ കാണുന്നത്. നിന്റെ കുടുംബങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീയൊരു പ്രതാപവാനൊന്നുമല്ല. ഇതു കേട്ട ശുഐബ് അലൈഹിസ്സലാം പറഞ്ഞു: എൻ്റെ ജനങ്ങളെ, എൻ്റെ കുടുംബങ്ങളാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനേക്കാൾ പ്രതാപമുള്ളവൻ? നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ പിന്നിലേക്ക് പുറന്തള്ളിയിരിക്കുകയാണോ? തീർച്ചയായും എൻ്റെ രക്ഷിതാവ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്നവനാകുന്നു. എന്നാൽ ആ ജനതയുടേത് ദുർന്യായങ്ങളായിരുന്നു. അവരുടെ വാദഗതികൾ തകർന്നു തരിപ്പണമായി.
ധിക്കാരികളായ ഏതു ജനതയും എക്കാലത്തും പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾ പ്രയോഗിച്ച അടവ് തന്നെയാണ് ആ ജനത അന്തിമമായി ശുഐബ് നബി അലൈഹിസ്സലാമയ്ക്കെതിരെയും പയറ്റിയത്. ആ സമുദായത്തിലെ അഹങ്കാരികളായ പ്രമാണിമാർ പറഞ്ഞു, ശുഐബേ, ഞങ്ങൾ നിന്നെയും നിന്നിൽ വിശ്വസിച്ചവരെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തിലേക്ക് മടങ്ങിവരണം. ആ ജനതയുടെ വെല്ലുവിളിക്ക് നേരെ ശുഐബ് നബി അലൈഹിസ്സലാമയുടെ പ്രതികരണം സത്യമതത്താൽ പ്രചോദിതമായ ആത്മാഭിമാനത്തോടു കൂടിയുള്ളതായിരുന്നു. ആദർശത്തിൻ്റെ ചൈതന്യത്താൽ ആവേശഭരിതനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അത് ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ നിങ്ങളുടെ മാർഗത്തെ വെറുക്കുന്നവരാണെങ്കിൽ പോലും ഞങ്ങൾ ആ മാർഗത്തിലേക്കു മടങ്ങണമെന്നോ? നിങ്ങളുടെ മാർഗത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിനു ശേഷം അതിൽ തന്നെ മടങ്ങിവരുന്ന പക്ഷം അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ അതിൽ മടങ്ങിവരാൻ ഞങ്ങൾക്ക് പാടില്ലാത്തതാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ അറിവ് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഞങ്ങൾ അള്ളാഹുവിങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്കും ഞങ്ങളുടെ ജനങ്ങൾക്കുമിടയിൽ നീ സത്യപ്രകാരം തീർപ്പു കൽപ്പിക്കണമേ. നീയാണ് തീർപ്പുണ്ടാക്കുന്നവരിൽ ഉത്തമൻ. ശുഐബ് അലൈഹിസ്സലാമയുടെ പ്രഭാഷണവും താക്കീതും അവർക്ക് ഒരു ഉപകാരവും ചെയ്തില്ല. മുൻഗാമികൾ പറഞ്ഞതു തന്നെയാണ് ആ ജനതയും ആവർത്തിച്ചത്. അവർ പറഞ്ഞു, നീ മാരണം ബാധിച്ചവരിൽ ഒരാളാണ്. നീ ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നീ ഒരു വ്യാജവാദിയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നീ സത്യസന്ധനാണെങ്കിൽ ആകാശത്തിൻ്റെ കഷണങ്ങൾ ഞങ്ങളുടെ മേൽ വീഴ്ത്തുക. പര്യവസാനം: പ്രവാചകന്മാരെ കളവാക്കുകയും അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുകയും ചെയ്ത എല്ലാ സമൂഹങ്ങളുടെയും അന്ത്യം തന്നെയാണ് അവർക്കും അനുഭവിക്കാനുണ്ടായത്. അവരെ ഭൂകമ്പം പിടികൂടി. അവരുടെ വീടുകളിൽ അവർ ചേതനയേറ്റു വീണുപോകുകയും ചെയ്തു. ശുഐബിനെ തള്ളിപ്പറഞ്ഞവർ തുടച്ചു നീക്കപ്പെട്ടു. എല്ലാ പ്രവാചകന്മാരെയും പോലെ ശുഐബ് നബി അലൈഹിസ്സലാമയും ദൗത്യം പൂർത്തീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം സമ്പൂർണ്ണമായും നിർവഹിച്ചു. അനന്തരം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് പിരിഞ്ഞുപോയി: എൻ്റെ ജനങ്ങളെ, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾക്കെത്തിച്ചു തന്നു. നിങ്ങളെ ആത്മാർത്ഥമായി ഉപദേശിക്കുകയും ചെയ്തു. സത്യനിഷേധികളായ ഒരു ജനതയുടെ പേരിൽ ഞാൻ എന്തിന് ദുഃഖിക്കണം?